ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് ആദ്യം സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞുതരാം. ആദ്യം അലൈറ്റ് മോഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമുക്ക് സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ഓഡിയോന്ന് ക്ലിക്ക് ചെയ്യുന്നത് വീഡിയോയും രണ്ടായി ലഭിക്കുന്നതാണ്. അതിനുശേഷം വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ നമുക്ക് സോങ് മാത്രം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് 4 ഫോട്ടോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നമുക്കൊരു ഡയലോഗിൻ്റെ ഒരു ടൈമുണ്ട്. അതിനുശേഷം 4 ഫോട്ടോസുകൾ ഇതിൻ്റെ ബീറ്റ് മാർക്കും ഇടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം ടൈം പറഞ്ഞുതരാം. ആ ടൈമിൽ നിങ്ങൾ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബീറ്റ് മാർക്ക് ഇടാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ആദ്യത്തെ ബീറ്റ് മാർക്ക് 5 സെക്കൻഡ് 19 മില്ലി സെക്കൻഡ്, 8 സെക്കൻഡ് 0.6, 10 സെക്കൻഡ് 29, 13 സെക്കൻഡ് 19 മില്ലി സെക്കൻഡ്. ഈ പറഞ്ഞ ടൈമിൽ ബീറ്റ് മാർക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കേണ്ട ഡയലോഗ് അത് കറക്റ്റായിട്ട് നമുക്ക് എഴുതി കൊടുക്കണം. അത് നമ്മൾ മലയാളത്തിലായതുകൊണ്ട് കോഡ് FM ആപ്ലിക്കേഷനിൽ വേണം ഫസ്റ്റിലത്തെ ഡയലോഗുകൾ അതുപോലെ ലിറിക്സ് എല്ലാം എഴുതി കൊടുക്കാനായിട്ട്. നമ്മൾ കോഡ് FM ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റിലത്തെ ആ ഡയലോഗ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും. വീഡിയോയിൽ ഈ ഔട്ട്പുട്ട് വീഡിയോ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ID യും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലൂ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ കോഡ് ഇവിടെ പേസ്റ്റ് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഡബിൾ ലൈന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ലൈന് കൊടുക്കാം. ഇതിങ്ങനെ ഒറ്റ ലൈൻ കിട്ടാണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം 2 ലൈൻ വേണ്ടവർക്ക് ഇങ്ങനെ ഒന്ന് എൻ്റർ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൈനായിട്ട് ലഭിക്കുന്നതാണ്. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക. കളർ പ്യുവർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക. അതിനുശേഷം സൈസ് വേണ്ടവർക്ക് 18BT സൈസാണ്. ആവശ്യാനുസരണം കൂട്ടി കൊടുക്കുക. കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഫസ്റ്റത്തെ ഡയലോഗിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെക്കൻഡ് 19 മില്ലി സെക്കൻഡ് വരെ എത്തിക്കുക. അതായത് ആദ്യത്തെ ബീറ്റ് മാർക്ക് വരെ. അതിനുശേഷം ആ ടെക്സ്റ്റ് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മൂവാണ്ടാം സെലക്ട് ചെയ്തിട്ട് സൂം ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് സൂം ഔട്ട് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എൻഡ് എത്തിയ ശേഷം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ലോയിൽ ഇങ്ങനെ സൂം ഇൻ ആകുന്നത് കാണാൻ സാധിക്കും. പറയാൻ മനസ്സിലായല്ലോ. അതിനുശേഷം വേറെ നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രിവ്യൂ കാണാത്ത ബ്ലർ എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ ഗോഷൻ ബ്ലർ സെർച്ച് ചെയ്ത് കൊടുക്കുക. GA എന്ന് കൊടുക്കുക, ഗോഷൻ ബ്ലർ. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് കാണുന്നുണ്ടോ, സ്ട്രെങ്ത് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ഏകദേശം ഒരു 200 ആക്കി കൊടുക്കുക. 200 കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് കൊടുക്കുന്ന കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ കീ സിമ്പിൾ 0 ആക്കി കൊടുക്കുക. ഇതുപോലെ കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ആ രണ്ടാമത് കൊടുത്ത കീ സിമ്പിൾ കുറച്ചുകൂടി ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബ്ലറായിട്ട് പിന്നീട് അത് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഞാൻ പ്രിവ്യൂ കൊടുത്തിട്ടില്ല ഈ എഫക്റ്റ്. അടുത്ത എഫക്റ്റ് നമുക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് കൂടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ FAD എന്ന് കൊടുക്കുക, ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കാൻ ആദ്യം ഒരു ഫെയ്ഡായിട്ട് വരികയും പിന്നീട് നമുക്കത് ഡയലോഗ് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. കാണുന്നുണ്ടല്ലോ.
അടുത്തായിട്ട് നമുക്ക് ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 5 സെക്കൻഡ് 19 വലിയ സെക്കൻഡ് ഇട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ഗാലറി കൊടുത്തിരിക്കുന്ന അല്ല ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ കോർണർ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓരോ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിയിരിക്കണം. കറക്റ്റായിട്ട് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഈ 4 ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിനകത്ത് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് 4 ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഫസ്റ്റ് ഫോട്ടോ വരും. ഫസ്റ്റ് ഫോട്ടോ വന്ന ശേഷം നമുക്കാദ്യം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് 2 രീതിയിൽ നമുക്കിത് സൂം ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് ആദ്യത്തെ രീതി തന്നെ ഇസഡ് സെലക്ട് ചെയ്ത ശേഷം ഇതെന്താ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇസഡ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക. അതിന് എൻഡ് എത്തിയ ശേഷം അതായത് ആ ഇമേജിൻ്റെ എൻഡ് എത്തിയ ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തതിനകത്ത് ഒരു സൂം ഇൻ ആവുന്നുണ്ട്. എന്തുമാത്രം സൂം വേണം അവിടം വരെ എത്തിക്കുക. അത് എത്തിക്കാന്നത്തെ ആ കീ സിമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകുന്നതായിരിക്കും. ആദ്യം കീ സിമ്പിൾ ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് സൂം ഇൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ചും വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചും വേണമെങ്കിലും നിങ്ങൾക്ക് സൂം ഇൻ ഓപ്ഷൻ എത്തിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അതിനകത്ത് ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സെർച്ച് ബാറിൻ്റെ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എഫക്റ്റ് വേണം ആഡ് ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അത് ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ഡാർക്കിനകത്ത് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുത്താൽ മാത്രം ഡാർക്കിനകത്ത് മൾട്ടിപ്ലൈ കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുത്താൽ മതി. അടുത്ത ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈം എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഫോട്ടോയ്ക്ക് വന്നിട്ട് ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ക്ലിക്ക് ചെയ്യുക. താഴെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന ഡയലോഗിൻ്റെ ലെയർ ഉണ്ടല്ലോ. ഡയലോഗിന് കൊടുത്തിരിക്കുന്ന ആ ലെയർ കോപ്പി എടുത്തിട്ട് ബാക്കി ലിറിക്സൊക്കെ പേസ്റ്റ് കൊടുക്കുക. എല്ലാ സോങ് എഴുതുന്നതും കോഡ് ഓഫ് എംഎൽ വേണം എഴുതി കൊടുക്കാണ്ട് അത് മറന്നു പോകരുത്. സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മൾ ആദ്യത്തെ ഡയലോഗിൻ്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ സോങ് തുടങ്ങുന്ന സമയമുണ്ട് 5 സെക്കൻഡ് 13 മില്ലി സെക്കൻഡ് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് അതിങ്ങനെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രിം ചെയ്യുക. ട്രിം ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഈ ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കാം. എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഓൾറെഡി കിടക്കുന്ന ലിറിക്സ് ഉണ്ടല്ലോ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം എവിടെ എഴുതി കൊടുക്കണം? കോഡ് ഓഫ് എംഎൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. എന്തൊരു ചേലാണെന്നുള്ള ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുത്ത ശേഷം അത് ഇതുപോലെ തന്നെ മുമ്പെടുത്ത പോലെ തന്നെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് അലൈറ്റ് മോഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം അത് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് റൊട്ടേഷൻ ഉണ്ടല്ലോ മൂവ് ആൻഡ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് കൊടുത്തെങ്കിൽ റൊട്ടേഷൻ സെലക്ട് ചെയ്ത ശേഷം ആദ്യത്തെ നമുക്കൊരു 30 ഡിഗ്രി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റത്തെ 32 ഡിഗ്രി വന്നിട്ടുണ്ട്. അതിനുശേഷം അത് കോപ്പി എടുക്കുക. അത് വീണ്ടും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കോപ്പി എടുക്കുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലിറിക്സ് വേണ്ടത് പേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബിറ്റ് മാർക്ക് വരെ എത്തിയില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കുക. എത്തിച്ച ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ തിരുത്തി കൊടുക്കാം. ഇത് രണ്ടാമത് കൊടുക്കുന്നത് -32 കൊടുക്കുക. ആദ്യത്തേത് പ്ലസ് കൊടുത്തെങ്കിൽ രണ്ടാമത് -2 കൊടുക്കുക. അതിനുശേഷം ഈ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സെക്കൻഡ് ലിറിക്സ് എഴുതി കൊടുക്കേണ്ടത് കോഡ് ഓഫ് എംഎൽ വേണം എഴുതി കൊടുക്കുക. ആ കോഡ് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കോപ്പി എടുക്കുക. വീണ്ടും ലിറിക്സ് കൊടുക്കുക. ഈ രണ്ടും കോപ്പി എടുത്തിട്ട് കോപ്പി എടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ 4 ലിറിക്സ് മാത്രം മതിയല്ലോ. 4 ഫോട്ടോയ്ക്ക് 4 ലിറിക്സ് മാത്രമേ ഉള്ളൂ. അതും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക. മലയാളത്തിൽ എഴുതി കൊടുക്കുന്നത് കോഡ് ഓഫ് എംഎൽ ആയിരിക്കണം. കോഡ് ഓഫ് എംഎൽ എടുത്തിട്ട് ആ കോഡ് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായി. അതുപോലെ തന്നെ കംപ്ലീറ്റ് ലിറിക്സ് ആഡ് കൊടുക്കുക. അതിനകത്ത് അടുത്തായിട്ട് നമ്മളൊരു ലവിൻ്റെ ഹാർട്ടിൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ഇമേജ് അല്ല, വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം
ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റ് എന്ന ഓപ്ഷനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എക്സസ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതായത് 4 ഫോട്ടോയും കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് നിൽപ്പുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഉപയോഗിച്ചിട്ട് ട്രിം ചെയ്ത് കളയുക. ഇതിന് ശബ്ദം ഉണ്ടെങ്കിൽ ഇത് മ്യൂട്ടാക്കി കളയുക. ട്രിം ചെയ്ത ശേഷം വോളിയത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ ശബ്ദം ഉണ്ടെങ്കിൽ ശബ്ദത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മ്യൂട്ടാക്കി വിടുക. മ്യൂട്ടാക്കിയ ശേഷം എക്സ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക്.